സൗന്ദര്യത്തെ കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. നമ്മുടെ മുഖത്തെ പോലെ തന്നെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ് നമ്മുടെ മുടിയുടെ കാര്യത്തിന് വേണ്ടി. മുടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മുടിയിലുണ്ടാകുന്ന നര, മുടി കൊഴിച്ചിൽ, മുടിയിലുണ്ടാകുന്ന ഡാൻഡ്രഫ് ഒക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് അത് ഓർത്ത് വിഷമിക്കേണ്ട. മുടിക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ മുടിയെ നല്ല പോലെ കെയർ ചെയ്യാനും മുടിയിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി മുടി വളർച്ച കൂട്ടാനും ആ മുടിയിലുണ്ടാകുന്ന നര വേരിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്ന കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പാർലറിൽ വന്ന ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എന്താണെന്നുള്ളത് പറയാം. മുടിയിൽ ആ ഒരു വ്യക്തിക്ക് നല്ല പോലെ നരയുണ്ടായിരുന്നു. കൂടാതെ തന്നെ നല്ല പോലെ മുടി കൊഴിച്ചിലും കൂടാതെ തന്നെ ഡാൻഡ്രഫും ഉണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യം ഞാൻ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് കരുതി. കാരണം അവർക്ക് പലപ്പോഴായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് ഇപ്പോഴും ആ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി വന്നത്. അവർ ഏറ്റവും കൂടുതൽ അലട്ടിയ പ്രശ്നമായിരുന്നു അവരുടെ നര. ഇപ്പോൾ അവർക്ക് നരയൊക്കെ മാറിയിട്ട് മുടി നല്ല പോലെ കറുത്ത് വരുന്നുണ്ട്. ഇപ്പം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 2 ആഴ്ച ആകുന്നുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് മാറ്റം കണ്ടതുകൊണ്ട് അവരിപ്പം എൻ്റെ അടുത്ത് പിന്നെയും വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ അവരെ കാണിക്കുന്നില്ല. അവർക്ക് ആ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പാക്ക് തയ്യാറാക്കുമ്പോൾ എന്തായാലും വിചാരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അവരുടെ ആ ഒരു മുടിയിലെ മാറ്റം കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നി കേട്ടോ. അത്രമാത്രം മാറ്റമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. എന്തായാലും മുടിയിലെ പ്രശ്നങ്ങളെല്ലാം അതുകൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ കൂടാതെ തന്നെ ഞാൻ അവർക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ ഞാൻ ഇവിടെ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ പാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു നോക്കാം. മുടിയിലുണ്ടാകുന്ന നരയെ മാറ്റാനും മുടി കൊഴിച്ചിലില്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് പറയുന്നത്. അതിനെന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ വേണം. അതായത് വഷ്ണയിലയാണ് വേണ്ടത് മെയിനായിട്ട്. പിന്നെ വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ മെയിനായിട്ട് വേണ്ട ഒന്നാണ് ഗ്രാമ്പു എന്ന് പറയുന്നത്. വഷ്ണയില എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ വഷ്ണയില എന്നാണ് പറയുന്നത്. കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് വഷ്ണയില. വഷ്ണയില വേണം. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. വഷ്ണയിലയുടെ എണ്ണം എന്ന് വെച്ചാൽ ഒരു 4-5 എണ്ണം വേണം. പിന്നീട് വേണ്ടത് ഗ്രാമ്പു ഒരു 5-6 എണ്ണം. കൂടുതലാവാൻ പാടില്ല. 5-6. വഷ്ണയിലയും അതേപോലെ തന്നെ 5-6 നമുക്ക് മതിയാകും. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക്, നമുക്ക് തിളപ്പിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് ഈ 2 കാര്യങ്ങളും ഇട്ട് കൊടുക്കണം. ഞാൻ എന്തായാലും ഒരു പാത്രത്തിലേക്ക് ഇടട്ടെ. തിളപ്പിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കോഫിയാണ്. കോഫി പൗഡറാണ്. നമ്മുടെ ഇതിലേക്ക് കോഫി പൗഡർ വേണം. ഒരു 1.5 ടേബിൾ സ്പൂണാണ് കോഫി പൗഡർ വേണ്ടത്. എൻ്റെ കോഫി പൗഡർ കട്ട പിടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂണാണ് കോഫി പൗഡർ വേണ്ടത്. വെള്ളത്തിലിടുമ്പോൾ നമ്മൾ ചൂടാക്കുമ്പോൾ ഇതങ്ങ് നല്ലതുപോലെ മെൽറ്റായി ഇറങ്ങും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളത് ഇപ്പോൾ ഇട്ടേക്കുന്നത്. കാരണം കളയണ്ടല്ലോ, വെറുതെ എന്തിനാ ഇങ്ങനെ നമ്മൾ മേടിച്ചിട്ട് വെറുതെ വേസ്റ്റാക്കി കളയുന്നത്. കട്ട പിടിച്ചെങ്കിലും ഞാൻ ചായക്കകത്തും കോഫി ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാനത് എടുത്തിടും. കാരണം കളയാൻ പറ്റത്തില്ലല്ലോ. കാരണം പെട്ടെന്ന് തന്നെ ഇതങ്ങ് കട്ട പിടിച്ചുകൂടെ. മക്കളുടെ പരിപാടിയാണ്, അവരെടുത്തിട്ട് തുറന്ന് വെച്ചിട്ട് പോയി. പെട്ടെന്ന് തന്നെ ഇത് ഏറ് കയറിയിട്ട് അങ്ങ് കട്ട പിടിച്ചു പോയത്. എന്തായാലും കളയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങ് എടുക്കുക. എന്തായാലും ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. ഓൾറെഡി വെള്ളത്തിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായി ഇറങ്ങുമല്ലോ. എന്തായാലും ഞാനിതൊന്ന് ചൂടാക്കി എടുക്കട്ടെ. തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ തിളയ്ക്കുകയാണ്. തിളയ്ക്കുമ്പോൾ ആ വഷ്ണയിലയിൽ നിന്ന് അതിൻ്റെ കളറൊക്കെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. വഷ്ണയില നല്ലതുപോലെ നമ്മളിങ്ങനെ താത്ത് കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് നല്ലതുപോലെ അതിൽ നിന്നെല്ലാം സത്ത് ഇറങ്ങാനായിട്ട് ഇടയാകും. തിളയ്ക്കുന്നുണ്ട്. ഞാനിപ്പം വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കിത് നല്ലതുപോലെ ആ ഒരു വഷ്ണയിലയിൽ നിന്നും ഗ്രാമ്പൂവിൽ നിന്നുമൊക്കെ
അതിൻ്റെ ആ ഒരു സത്തൊക്കെ നല്ലതുപോലെ ഇറങ്ങണം. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലതുപോലെ കുറച്ചൊന്ന് പറ്റും, അതായത് തോനെയൊന്നും പറ്റില്ല. കുറേ നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് അതിൻ്റെ സത്തൊക്കെ നല്ലതുപോലെ ഇറങ്ങുകയുള്ളൂ. ഇപ്പം ഞാൻ വെച്ചത് 1 ഗ്ലാസ് തന്നെ നിങ്ങൾ വെക്കണം, അല്ലെങ്കിൽ നമുക്കിപ്പം തിളച്ചതിൻ്റെ ഗുണമൊക്കെ ഇറങ്ങണമെങ്കിൽ കുറച്ച് തിളയ്ക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു ഗുണമൊക്കെ ഇറങ്ങുകയുള്ളൂ. പിന്നെ നമ്മുടെ ഗ്രാമ്പൂവിൻ്റെയൊക്കെ ഗുണമൊക്കെ ഇറങ്ങണമെങ്കിൽ കുറച്ചൊന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് നമ്മൾ 1 ഗ്ലാസ് വെള്ളം വെച്ചത്. 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് നല്ലതുപോലെ അതിൽ നിന്നൊക്കെ സത്തൊക്കെ ഇറങ്ങിയിട്ട് 1.5 ഗ്ലാസ് നമുക്ക് ഒരു ലിക്വിഡ് കിട്ടും. ഇത് വെച്ചിട്ടാണ് നമ്മൾ പാക്ക് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ആണ് ആ ഒരു നമ്മുടെ മുടിക്ക് നല്ല പോലെ നിറമൊക്കെ വെക്കുന്നത്. കണ്ടോ, കളറ് നല്ല നമ്മുടെ അടിപൊളി സ്ട്രോങ് ആവണം ഇത് നല്ലതുപോലെ. അതായത് നമ്മളിപ്പോൾ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഇറങ്ങിയിട്ട് ഒരു കളറ് നല്ല സ്ട്രോങ് കളറാവും. അപ്പോഴാണ് നമ്മളിത് ഓഫ് ആക്കേണ്ടത്. എന്തായാലും ഞാനിതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു സത്തൊക്കെ നല്ലതുപോലെ ഇറക്കട്ടെ. ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു വലിയ ഒരു സ്റ്റീൽ ബൗള് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ്. വീട്ടിൽ തന്നെ മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ അത് മിക്സിയിൽ ഇട്ടിടുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അത് ചേർത്ത് നല്ലതുപോലെ അരച്ചിട്ട് മുടിയിൽ തേക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഹെന്ന പൗഡർ നമുക്ക് അധികം വിശ്വസിക്കാനും പറ്റില്ല. പല പല കെമിക്കലൊക്കെ ചേർക്കാറുണ്ട് ഹെന്ന പൗഡറിൽ. നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞാണ് പലതും കിട്ടുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും മുടിക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതായിരിക്കും നല്ലത്. ഇപ്പോൾ തന്നെ ഉണ്ടോ കട്ടയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ മേടിച്ചിട്ടിപ്പോൾ 1 മാസം പോലും ആയിട്ടില്ല. ഞാനിവിടെ എടുക്കുന്ന ഹെന്ന പൗഡറിൻ്റെ അളവെന്ന് പറയുന്നത് നോർമൽ ഹെയറിൻ്റെ അളവിനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം തോനെ ഹെയർ ഉണ്ട് ഇപ്പം ഉണ്ടെങ്കിൽ കൂടുതൽ അളവിന് എടുത്താൽ മതി. ഇപ്പം നരയുള്ളിടത്ത് മാത്രമായിട്ട് ഇടുന്നെങ്കിൽ നിങ്ങൾക്കിപ്പം കുറച്ചേ ഉള്ളൂ എങ്കിൽ 1.5-2 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ലോങ് ഹെയറിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഒരു കസ്റ്റമറിന് ഉപയോഗിക്കണം, അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത്രയും അളവ് എടുത്തിരിക്കുന്നത്. ലോങ് ഹെയർ ഉള്ള ഒരാളാണ്, ആ ഒരു വ്യക്തിക്ക് ഇത്രയും എനിക്ക് വേണ്ടി വരും. ഞാനിവിടുത്തെ എടുത്തേക്കുന്ന ഹെന്ന പൗഡറിൻ്റെ അളവെന്ന് പറയുന്നത് 5 ടേബിൾ സ്പൂണാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലിക്വിഡ് കണ്ടല്ലോ, ഈ ഒരു ലിക്വിഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, കളർ സ്ട്രോങ് ആയത് കണ്ടോ, ഇത് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ആക്കുമ്പോൾ ഇത് കണ്ടോ, മിക്സ് ആക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ലിക്വിഡ് ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാൻ കൂടി സാധിക്കും. പിന്നെ ഞാൻ ഇതിന് ശേഷം ഞാൻ എൻ്റെ കസ്റ്റമറിനോട് മെയിനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന വേറൊരു കാര്യമുണ്ട്. 2-3 കാര്യമുണ്ട്. അതിലൊരു 2 കാര്യം ഞാനിവിടെ പറയാം. ഒന്ന്, ഒരു ഓയിൽ തയ്യാറാക്കുന്നുണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. ആ ഒരു ഓയിൽ നല്ലതാണ്, പലരും ചെയ്യുന്നതാണ്. ആ ഒരു ഓയിൽ ഇത് കണ്ടോ, ഇതേ പരുവത്തിൽ, അതായത് മുടിയിലിട്ട താഴെ വീഴാൻ പാടില്ല. ഇതുകൊണ്ട് ഇതേപോലെ ഇരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. വേറുള്ള ഒരു കാര്യവും ഇതിൽ ചേർക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കാം. ഞാനിവിടെ ആ കസ്റ്റമറിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ലെമൺ ജ്യൂസ് ചേർക്കുന്നില്ല. കാരണം ലെമൺ ജ്യൂസ് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല, ആ ഒരു അതിൻ്റെ മുടിയിലൊക്കെ അതിൻ്റെ സ്മെല്ലിരിക്കുന്നത്. അവർക്കത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലെമൺ ജ്യൂസ് ചേർക്കുന്നില്ല. നിങ്ങൾക്കിപ്പം ലെമൺ ജ്യൂസ് ചേർക്കണമെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കാം കേട്ടോ. ഇതാ ബാക്കി എനിക്ക് ബാക്കി ഇരിപ്പുണ്ട്, ഇതുണ്ടോ, ബാക്കി പിന്നെയും ഇരിപ്പുണ്ട്. ബാക്കി ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. നമുക്ക് ഇതേ പരുവത്തിലേ പാടുള്ളൂ. നമ്മളിപ്പം ലൂസ് പരുവത്തിലായിട്ട് ഭയങ്കര ലൂസായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മുടി തേച്ച് വെച്ചാൽ അത് താഴേക്ക് പോകും, നമുക്ക് തന്നെ ഒരു ഡിസ്കംഫർട്ടബിൾ ആവും. അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും അധികം ലൂസാക്കി എടുക്കരുത്. ഇത് കണ്ടോ, നമ്മളിപ്പം സ്പൂണിൽ നിന്ന് തന്നെ പറ്റിയാലും ഇത് കണ്ടോ, സ്പൂണിൽ പറ്റിയാലും അത് താഴേക്ക് വീഴുമ്പോൾ കണ്ടോ വീഴുന്നുണ്ടോ, നിങ്ങൾ കണ്ടോ, ഇതേ പരുവത്തിലേ എടുക്കാവുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ലൂസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇത് നിങ്ങളിപ്പം വെച്ചിട്ട് കൈകളിൽ തന്നെ ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര സ്ട്രോങ് കളറാവും. അത്രയ്ക്ക് ഭയങ്കര എഫക്റ്റാണ് ഈ ഒരു ഇതിൽ നിന്ന്. നിങ്ങളിപ്പം ഈ ഞായറാഴ്ച ചെയ്യുവാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ചെയ്യണം. അങ്ങനെ ഒരാഴ്ച വിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വേരിൽ നിന്ന് തന്നെ നിങ്ങളുടെ മുടി നര ഇല്ലാതാവാനായിട്ട് സഹായിക്കും.
എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ഷെയർ ചെയ്തത്. എന്തായാലും നിങ്ങളിത് ചെയ്തു നോക്കൂ, നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കിയെന്നുള്ളതൊക്കെ കണ്ടല്ലോ. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന നര മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. എന്തായാലും നിങ്ങളിത് ചെയ്തു നോക്കണേ കേട്ടോ, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാനൊരു കാര്യം നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു പ്രമോഷനോ ഒന്നുമല്ല. ഈ ഒരു കാര്യം ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തതാണ്. എൻ്റെ ജീവിതത്തിലും ഞാൻ ചെയ്ത കാര്യമായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. മുടിയിലുണ്ടാകുന്ന നര മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഒക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം കൊണ്ട് സാധിക്കും. അതെന്താണെന്നുള്ളത് പറയാം. ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇത്, ആയുർവേദിക് പരമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും ഒക്കെ ചെയ്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇത് പലർക്കും എന്നോട് പലരും വന്ന് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴൊക്കെ അവർക്കും നല്ല പോലെ ഒരു മാറ്റം നേടാനായിട്ട് ഈ പറയുന്ന കാര്യം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ കാര്യം നിങ്ങളുമായിട്ടൊന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് ആ മരുന്ന് മേടിക്കുന്നതും ആ മരുന്ന് ഏതാണെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ടാബ്ലറ്റും ഓയിലും ഷാമ്പൂവും. ഇത് 3 എണ്ണമുണ്ട്. നിങ്ങൾക്കിപ്പം ടാബ്ലറ്റ് മാത്രം മതിയെങ്കിൽ ടാബ്ലറ്റ് മാത്രമായിട്ട് മേടിക്കാം. അതല്ലെങ്കിൽ ഓയിൽ മതിയെങ്കിൽ ഓയിൽ മാത്രമായിട്ട് മേടിക്കാം. അതുമല്ലെങ്കിൽ ഷാമ്പൂ മാത്രം മതിയെങ്കിൽ ഷാമ്പൂ ആയിട്ടും മേടിക്കാവുന്നതാണ്. ഗുളിക നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഉള്ളിൽ മുടി വളരുന്നതിനും മുടിയിലെ നരയുണ്ടാവുന്നതിനും മുടി കൊഴിച്ചിലിനും കാരണമായിട്ടുള്ള പല കാരണങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്നത്. പിന്നെ ഓയിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ കോശങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് മുടി വളരാനൊക്കെ സഹായിക്കുന്നതാണ്. മുടിക്ക് എന്തെങ്കിലും ഡാമേജ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഷാമ്പു ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിഹാരം കണ്ടെത്താനായിട്ടൊക്കെ ഈ ഒരു ഷാമ്പുയിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇതിനകത്ത് മറ്റുള്ള കെമിക്കലോ ഒന്നുമില്ലാത്തത് കൊണ്ട് നമ്മുടെ മുടി ഒരിക്കലും ഡാമേജ് ആവുക പോലും ചെയ്യില്ല. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ ഓരോന്നോരോന്നായിട്ട് മതിയെങ്കിൽ ഓരോന്നോരോന്നായിട്ടും മേടിക്കാനും കൂടി സാധിക്കുന്നതാണ്. ഈ ഒരു ഓയിലിപ്പം ഞാനിപ്പം 3ാമത്തെ ബോട്ടിലാണ് മേടിക്കുന്നത്. ഇവിടെ മറ്റുള്ള ഓയിലോ ഒന്നും മേടിക്കുന്നില്ല, ഇത് മാത്രമാണ് ഞങ്ങൾ മേടിക്കുന്നത്. ഈ ഒരു ഓയിലും ഷാമ്പുവും മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നതാണ്. ടാബ്ലറ്റ് ഞാൻ ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കഴിക്കുന്നില്ല. ഇത് കഴിച്ച സമയത്ത് എനിക്ക് നല്ല പോലെ മാറ്റം കിട്ടി. എൻ്റെ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിരുന്നു കേട്ടോ, അതൊക്കെ എനിക്ക് മാറ്റാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുടിക്ക് നല്ല പോലെ നിറം, നല്ല പോലെ വൈറ്റ് ആയിരുന്നു. കാരണം പല വെള്ളം മാറി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുടിയൊക്കെ നരച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പം മുടിയൊക്കെ നല്ല പോലെ ബ്ലാക്ക് ഹെയർ ആയിട്ട് തന്നെ ഉണ്ട്. അതുപോലെ മാറ്റം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടാബ്ലറ്റിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിനും എനിക്കും ഒക്കെ. എൻ്റെ മൂത്ത മോൾക്ക് നല്ല പോലെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോൾക്കും ഞാൻ ഈ ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ പറയാം. ഇതാണ് ടാബ്ലറ്റ്, കണ്ടല്ലോ. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അതുകൂടാതെ തന്നെ ഇതിൻ്റെ വിലയും ഞാൻ കാണിക്കാം. 300 രൂപയാണ് ഞാൻ കാണിച്ചത്, അടുത്ത് വെച്ചിട്ട് 300 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്കുമൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് എല്ലാം ചേർത്തേക്കുന്നത്. ഇത് നമ്മുടെ മറ്റുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാക്കില്ല, മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരിക്കലും നിങ്ങൾക്കുണ്ടാവില്ല. ആയുർവേദിക് മെഡിസിൻ ആയതുകൊണ്ട് ഒരിക്കലും ശരീരത്തിന് മറ്റുള്ള ദോഷങ്ങളോ ഒന്നും ഉണ്ടാവില്ല, കിഡ്നിക്കോ മറ്റുള്ള ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. ഞാൻ ടാബ്ലറ്റ് കാണിക്കാം എങ്ങനെ ഇരിക്കുന്നതാണ് ടാബ്ലറ്റ് എന്നുള്ളത്. തുറക്കുമ്പോൾ ഇതേപോലൊരു കോട്ടൺ കാണും. കോട്ടൺ എടുത്തു കഴിയുമ്പോൾ ടാബ്ലറ്റ് അതിലുണ്ട്, ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാണ് ടാബ്ലറ്റ്, കണ്ടോ. ഇതാണ് ടാബ്ലറ്റ്. കോട്ടൺ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് മെഡിസിൻ കേടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് കോട്ടൺ വെക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ വെക്കും ഉപയോഗിച്ചതിന് ശേഷം. ഇപ്പം ഞാൻ 2ാമത്തെ ബോട്ടിലാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് കഴിക്കുമ്പോൾ 2 പ്രാവശ്യം കഴിച്ച് കഴിയുമ്പോൾ തന്നെ മുടി കൊഴിച്ചിൽ മാറുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. ഇത് ആയുർവേദിക് പരമായിട്ടുള്ള മെഡിസിനാണ്. മറ്റുള്ള ഒരു ദോഷങ്ങളും ഒരിക്കലും ഉണ്ടാവുക പോലും ചെയ്യില്ല. ഈ മെഡിസിനൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഓയിലിൻ്റെ കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഹെയർ ഇതാണ് ഓയിൽ, കണ്ടോ. ഇതിൽ ചേർത്തേക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്. ഇതിൻ്റെ വില കണ്ടല്ലോ നിങ്ങൾ, 170 രൂപയാണ് ഇതിൻ്റെ വില.
ഇതിൽ ചേർത്തേക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ചേർത്തേക്കുന്നുണ്ട്. ഇത് 100% ആയുർവേദിക് പരമായിട്ടുള്ള ഒരു ഓയിലാണ്. ഓയിലിൻ്റെ ഉൾവശം കണ്ടോ, അടിപൊളിയാണ്. ഞാൻ ഒഴിച്ച് നിങ്ങളെ കാണിക്കാം. ഞാനിവിടെ മെയിനായിട്ട് മേടിക്കുന്ന ഓയിൽ ഇത് തന്നെയാണ്. മറ്റുള്ള ഒരു ഓയിലും മേടിക്കുന്ന പോലും ഇല്ല. ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. കണ്ടോ, ഞാൻ ഒഴിച്ചുകൂടെ കാണിക്കാം. ഇത് കണ്ടോ, നാച്ചുറൽ പരമായിട്ടുള്ളതാണ്. ഇത്രയും നമുക്ക് ഇത് കണ്ടോ, അടിപൊളിയാണ്. നല്ല മണവുമാണ് കേട്ടോ ഈ ഒരു ഓയിലിന്. ഈ ഒരു ഓയിലിനാണെങ്കിൽ മറ്റുള്ള കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള സ്മെല്ലോ ഒന്നുമില്ല. കണ്ടോ, ആ ഒരു ഇതുണ്ടോ, ഇതാണ് ഓയില്. ആരുടെ സ്മെല്ലൊന്നുമല്ല, പക്ഷെ എന്നാൽ സോഫ്റ്റ് സ്മെല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ആ ഒരു ഓയിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷാംപൂയിലേക്ക് പോകാം. ഷാംപൂ എന്ന് പറയുന്നത് ഇതാണ്. അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, ഒരിക്കലും ഇതിനകത്ത് കെമിക്കൽ പോലും ചേർക്കാത്ത ഷാംപൂ ആണ്. മറ്റുള്ള ദോഷങ്ങൾ ഒരിക്കലും മുടിക്ക് വരില്ല. മുടിയുടെ ഡാമേജ് പ്രശ്നങ്ങളെയൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് ഈ ഒരു ഷാംപൂയിൽ നിന്ന് സാധിക്കും. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് മറ്റുള്ള കളറിങ്ങോ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഇതിനകത്ത് പ്യുവർ ആയുർവേദിക് പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചേർത്തേക്കുന്നത്. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇത് നമ്മുടെ മുടിക്ക് എന്തുമാത്രം ഗുണങ്ങൾ ചെയ്യുമെന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ മുടിക്ക് കിട്ടുന്നതുമാണ്. ഷാമ്പു ഉപയോഗിക്കുന്നത് കൊണ്ട് കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഷാംപൂ. 3 കാര്യവും നിങ്ങൾക്ക് ഒരുമിച്ച് മേടിക്കുക. അതൊരു പാക്കേജായിട്ട് കിട്ടും. അതല്ല എങ്കിൽ ഓരോന്നോരോന്നായിട്ട് മതിയെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് മേടിക്കാം. ഇത് നിങ്ങളെ ആരെയും ഞാൻ പറ്റിക്കുന്ന കാര്യമല്ല, എമോഷനോ ഒന്നുമല്ല ചെയ്യുന്നത്. ഉപയോഗിച്ചപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമായതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. കൂടാതെ തന്നെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഈ കാര്യങ്ങൾ എത്തിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല. അന്നേരം ബാക്കി കാര്യങ്ങൾ കൂടി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ കാര്യം എത്തിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഡോക്ടറെ കാണുമ്പോൾ എത്രമാത്രം പൈസ കൊടുക്കണം, അതിൻ്റെ ഒരു ആവശ്യം ഒന്നുമില്ല. ഇത് ഞാൻ കാണിക്കാം. ഇതാണ് ഡോക്ടേഴ്സൊക്കെ. ഈ ഡോക്ടേഴ്സൊക്കെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു മരുന്നുകളൊക്കെ എത്തിക്കുന്നത്. അവരുടെ ഹോസ്പിറ്റല്, അവർക്ക് 4 ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ. ഇതുവഴിയാണ് നിങ്ങൾക്ക് മേടിക്കേണ്ടത്. അവരുടെ വെബ്സൈറ്റ് ത്രൂ മേടിക്കാം. അതല്ല എങ്കിൽ അവരുടെ 2 ഫോൺ നമ്പറുണ്ട്. ഈ 2 ഫോൺ നമ്പറിലൂടെയും കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ വാട്സാപ്പ് ത്രൂ മേടിക്കാൻ കൂടി സാധിക്കും. അവരുടെ വെബ്സൈറ്റ് ത്രൂ മേടിക്കാം. ഫ്ലിപ്കാർട്ട്, ആമസോണിലുമൊക്കെ ഈ മെഡിസിൻസൊക്കെ കിട്ടുന്നതാണ്. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. കണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. 3 കാര്യങ്ങളാണ് ഞാൻ അതിൽ കാണിച്ചത്. ഒന്ന് ടാബ്ലറ്റ്, പിന്നെ ഷാംപൂ, പിന്നെ ഓയിൽ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് മേടിക്കാം. അതല്ല എങ്കിൽ ടാബ്ലറ്റ് മതിയെങ്കിൽ ടാബ്ലറ്റ് മേടിക്കാം. അതല്ലെങ്കിൽ ഓയിൽ മതിയെങ്കിൽ ഓയിൽ മേടിക്കാം. ഷാംപൂ മതിയെങ്കിൽ ഷാംപൂ മേടിക്കാം. വളരെ തുച്ഛിതമായിട്ടുള്ള എമൗണ്ട് ആണ് എല്ലാത്തിനും. നിങ്ങളുടെ മുടിക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാനായിട്ട് ഈ പറയുന്ന കാര്യം കൊണ്ട് സാധിക്കും. എന്തായാലും നിങ്ങൾ മേടിച്ചു നോക്കൂ. നല്ല പോലെ നിങ്ങൾക്ക് മാറ്റം നേടാനായിട്ട് സാധിക്കും. ഈ മെഡിസിൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ാണ് ഈ മരുന്നുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ വെറും ചുമ്മാ പറ്റിപ്പീരായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് ഡോക്ടർമാരാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മറ്റുള്ള പറ്റിപ്പീരോ ഒന്നുമല്ല. എന്തായാലും നിങ്ങൾക്കിത് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഞാൻ കള്ളം പറയല്ല, ഞാൻ ആരെയും പറ്റിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്കൊരു മാറ്റം നേടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് നല്ല പോലെ ഒരു മാറ്റം നേടാനായിട്ട് സാധിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ. അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും ഞാൻ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.